കേൾക്കാനും സംസാരിക്കാനും എളുപ്പമുള്ളതും എന്നാൽ അനുഭവിക്കുന്നവർക്ക് ഭീകരമായ നിരാശയും സങ്കടവും നൽകുന്ന വാക്കാണ് ഒറ്റപ്പെടൽ. ചുറ്റും എത്ര പേരുണ്ട് എന്നതിലല്ല, മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന എത്ര പേരുണ്ട് എന്നതാണ് ചോദ്യം. നിങ്ങളുടെ നിശബ്ദത പോലും മനസ്സിലാക്കാൻ കഴിയുന്നവർ ചുറ്റുമുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ്. പലപ്പോഴും ജീവിതം ഒറ്റയ്ക്കുള്ള പോരാട്ടമായി മാറുന്നു. കൂടെ ആരുമില്ല എന്ന ചിന്തയെക്കാളും കൂടെ സർവശക്തനായ ദൈവമുണ്ട് എന്ന കാര്യം മനസ്സിലുറപ്പിച്ചാൽ ഒരു കാര്യത്തിനും ഒരു വ്യക്തിക്കും നിങ്ങളെ തളർത്താനാകില്ല. നീ ഒറ്റയ്ക്കല്ല, നിന്നെ മനസ്സിലാക്കുന്ന ദൈവം കൂടെയുണ്ട്. 38 വർഷമായി അവൻ ആ കുളത്തിൻ്റെ കരയിൽ കിടക്കാൻ തുടങ്ങിയിട്ട്. സൗഖ്യത്തിനുമപ്പുറം അവൻ്റെ പരിഭവം അവനെ സഹായിക്കാൻ ആരുമില്ല എന്നതായിരുന്നു. ഒരുപാട് പേർ ദിവസവും അവിടെ വന്നു പോകുന്നതാണ്, എന്നിട്ടും ആരും അവനെ സഹായിച്ചില്ല. ഒരു നാൾ അവൻ്റെ അടുക്കൽ ഈശോ എത്തി അവന് സൗഖ്യം നൽകി. നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ടാവും, എന്നാലും ചില സാഹചര്യങ്ങളിൽ അപേക്ഷിച്ചാൽ പോലും ആരും നമ്മെ സഹായിക്കാനുണ്ടാവില്ല. അങ്ങനെയൊരു പരിഭവമുണ്ടായാൽ ഓർക്കണം, ഒരിക്കൽ ഈശോ നിന്നെയും തേടി വരും. കാരണം കർത്താവാണ് നിൻ്റെ സഹായകൻ. എല്ലാവർക്കും 2 മുഖങ്ങളുണ്ട്. മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കുന്ന ഒരു മുഖം, ആരുമറിയാതെ നമുക്ക് മാത്രമറിയുന്ന മറ്റൊരു മുഖം. മറ്റുള്ളവരുടെ മുൻപിൽ സന്തോഷം പ്രകടിപ്പിക്കുമ്പോഴും സങ്കടങ്ങളുടെ മറ്റൊരു മുഖം നമ്മുടെ ഉള്ളിലുണ്ട്. അത് പക്ഷേ അത്രയും പ്രിയപ്പെട്ടവരുടെ മുമ്പിലാണ്, പ്രത്യേകിച്ച് ദൈവത്തിരുമുമ്പിലാണ് നമ്മൾ പ്രകടിപ്പിക്കുക. പക്ഷേ എപ്പോഴും ഓർക്കുക, 2 മുഖങ്ങളല്ല പ്രശ്നം, കപടമുഖമാണ് പ്രശ്നം. ഈശോയ്ക്ക് കപടമുഖം ഇഷ്ടമല്ല. ചിരിക്കുമ്പോൾ സത്യസന്ധതയോടെ ചിരിക്കണം, കരയുമ്പോൾ അതിലും സത്യമുണ്ടാകണം. ചുരുക്കം പറഞ്ഞാൽ കപടതയില്ലാതെ ജീവിക്കാനും സ്നേഹിക്കാനും പറ്റണം.